തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ വജ്ര ജൂബിലി സ്വാഗത സംഘം ഓഫീസ് കേരള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തോളം നീണ്ടുനിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് പ്രസ് ക്ലബിന്റെ വജ്ര ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ S ശ്രീകേഷും സെക്രട്ടറി ശ്രീ PR പ്രവീണും മറ്റ് സംഘാടക സമിതി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മളുടെ പ്രസ് ക്ലബിനോടൊപ്പം പതിറ്റാണ്ടുകളായി നടന്ന ഒരാൾ തന്നെ നമ്മുടെ ജനപ്രതിനിധിയായും മന്ത്രിയായും ഒക്കെ വന്നു എന്നുള്ളൊരു ഭാഗ്യമുണ്ട്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇതൊക്കെ ഒന്ന് ഭംഗിയാക്കണം. കാരണം അത് അദ്ദേഹത്തിന്റെ കൂടി ഒരു ആവശ്യം. ഞാൻ ഇതിന്റെ ജനപ്രതിനിധിയായിരിക്കുമ്പോൾ അത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഇങ്ങോട്ട് നിർദ്ദേശമായി വയ്ക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ വജ്ര ജൂബിലി വരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി നമുക്ക് ഒരു ഉന്നത നിലവാരത്തിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇതിന്റെ എട്ടും മട്ടും ഒക്കെ മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ അദ്ദേഹം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹപൂർവ്വം നമ്മുടെ ഈ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഒരു തുടക്കമാണ് ഈ സ്വാഗത സംഘം സംഘാടക സമിതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിനെത്തിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രിയപ്പെട്ട പത്രപ്രവർത്തക സുഹൃത്തുക്കളെ, സ്നേഹിതന്മാർ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിന്ന് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുന്നത്. നേരത്തെ പ്രവീൺ പറഞ്ഞതുപോലെ ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്നെ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് 49 കൊല്ലമായി. ഏതാനും മാസം കഴിഞ്ഞാൽ 50 വർഷമായി. അപ്പൊ ഏതാണ്ട് 50 വർഷമായിട്ട് ഞാൻ ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വിദ്യാർത്ഥിയായിട്ട് ഞാൻ പഠിക്കാനും ഇവിടെ വന്നതാണ്. എല്ലാം എന്നെ പഠിക്കാനായിട്ട് വന്ന സമയത്ത്. അപ്പൊ അത് എന്നെ അതിശയിപ്പിക്കുന്നു. പക്ഷെ 60 വർഷമായിട്ട് ഈ പ്രസ് ക്ലബ്ബ് എത്ര മഹാരഥന്മാരെ കണ്ടു എന്നുള്ളത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എണ്ണിയാടൊന്നാത്ത നേതാക്കന്മാരെ മാധ്യമ രംഗത്ത് കാണുകയുണ്ടായി. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി നേതാക്കളായിട്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ മലയങ്കീഴൊക്കെ വന്നിരുന്നെങ്കിൽ അതിനു മുൻപ് ചുമ്മാരട്ടം പോലും SFI പ്രസിഡന്റിന്റെ പത്രസമ്മേളനത്തിന് DO ചെറുവത്തൂര്, അതേപോലെ തന്നെ വാല് സാറ്, അങ്ങനെയുള്ള ആളുകളൊക്കെ അന്ന് പത്രസമ്മേളനത്തിന് വരുമായിരുന്നു.